നമസ്കാരം. ഗോവയിലെ വാസ്കോഡ ഗാമയിലാണ് ഉള്ളത്. വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്ക് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പുറപ്പെടുന്ന ഗോവ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തെ ടൗൺ ഭാഗമൊക്കെ പോയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി 2 ഭാഗത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് വാസ്കോഡ ഗാമ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോട്ട് കയറാം. മിക്കവാറും ഒന്നായിരിക്കും വണ്ടി പുറപ്പെടുക. നോക്കാം നമുക്ക്. വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് VSG എന്നാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ അങ്ങ് അവിടെയുണ്ട് ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. പക്ഷേ അതിനിപ്പോൾ ഷണ്ടിങ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വരാനുള്ള ചാൻസ് തന്നെയാണുള്ളത്. എല്ലാവരും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണുള്ളത്. അവിടെ സ്ക്രീനിങ്ങിൽ കാണിച്ചിട്ടൊന്നുമില്ല. ഇവിടെ പാൻട്രി കോച്ചാണ് വരുന്നത്. ഒരു കൂട്ടം സാധനങ്ങൾ എത്ര കണ്ടാ വണ്ടിയിൽ കയറ്റേണ്ട മുഴുവൻ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മുടെ വണ്ടി വരിക. ഈ വണ്ടിയല്ല ഇന്ന് വരിക കേട്ടാ. പിന്നെ എക്സ്ട്രാ വേറൊരു റേക്കും കൂടി ഉണ്ട്, അതാണ് വരിക. അതിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയ ഗോവ എക്സ്പ്രസ് ആണ്. ഒരു കൂട്ടം ലോക്കോമോട്ടീവുകൾ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. എല്ലാം ഡീസൽ ലോക്കോമോട്ടീവാണ്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ ട്രെയിൻ ഷണ്ട് ചെയ്ത് വരിക. ഈ റെയിൽവേ സ്റ്റേഷൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ വേസ്റ്റ് ബിന്നില്ലേ ഇവിടെ വരെ ഇതിൽ കന്നഡ കണ്ട. ഇവിടെ കന്നഡ എഴുതേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ആ സോണിൻ്റെ കീഴിലാണ് ഈ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കേരളത്തിലേറ്റാണെങ്കിൽ ഇങ്ങനെ എഴുതുവാ അത് പറഞ്ഞു വന്നത്. ഇത് ഗോവയാണ്, ഭാഷ കൊങ്കണി അല്ലെങ്കിൽ മറാത്തി എന്ന് പറയുമല്ലോ. കന്നഡേൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ആ ഒരു ഡിവിഷൻ വന്നതുകൊണ്ട് മാത്രമാണ്, സോൺ വന്നതുകൊണ്ടാണ് അവർ കന്നഡയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. മാതൃഭാഷയ്ക്ക് കർണാടക ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഇതിന് മുന്നുണ്ടല്ലോ നമ്മുടെ നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന ഏറനാട് കേരളത്തിലാണ് ഒരു 99% ഓടുന്നത്. അതിൽ പോലും മലയാളം ബോർഡ് അന്ന് ഉണ്ടായില്ല. അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. ഞങ്ങൾ വന്ന മുരുടേശ്വരിലേക്ക് വന്ന വണ്ടി അതിലും ഇല്ല മലയാളം. 7 Goa Express from Vasco da Gama to Hazrat Nizamuddin via Madgaon, Londa, Belagavi, Itarasi Junction will depart at its scheduled time 15 hours 0 minutes. വണ്ടി ഇതാ വന്നിരിക്കുകയാണ്. അണ്ടർസോഡിലൊക്കെ കയറുന്നതാ. നമ്മളിന്ന് യാത്ര ചെയ്തതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്, S5. ഇത് S4 കോച്ചാണ്. ഇതിൻ്റെ അകത്തേക്കൂടെ പോവുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കോച്ചാണ് നമ്മുടേത്. ആൾക്കാരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി പോവാം. S5 ഇതാണ്. 51, 54. 54 ഇതാ ഇവിടെ അപ്പർ, 51 ഇതാ ഇവിടെ അപ്പർ. ഞങ്ങൾ 2 അപ്പുറത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇതൊക്കെ തുറന്നിടാം. നല്ല ചൂടാണ് ഇതിൻ്റെ അകത്ത്. ഫാനൊക്കെ ഓണായിട്ടുണ്ട് ഓൾറെഡി. ഗോവ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരാഴ്ച മുന്നെയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ യാത്ര ചെയ്യുന്നില്ല. ഒരു 4.5 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. ബലഗാവി വരെയാണ് പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 175 രൂപയാണ്. അതായത് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഗോവയിലത്തെ അതിമനോഹരമായ ദൂത്സാഗർ വഴിയാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് വലിയ വെള്ളമൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് സൈഡിൽ ഓവറാണ് നമുക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടായത്. ഇതിലെന്ന് പറയാം ഒരു 15 മാത്രമേ സീറ്റ് ഉണ്ടായുള്ളൂ എടുക്കുന്ന സമയത്ത്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാലൊന്നും സൈഡിൽ ഓവർ കിട്ടില്ല. ഇത് ലോങ് പോകുന്ന വണ്ടിയാണല്ലോ. അതിൽ RAC-ക്കാർക്ക് വേണ്ടി പ്രിഫർ ചെയ്ത സീറ്റുകളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ഒരു 250 ഉണ്ടെങ്കിൽ കൂടി കിട്ടില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി മുരുടേശ്വരിലേക്ക് ഒരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ഒരുപാട് അകലം ഉണ്ടായത് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, സൈഡിൽ ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് മിഡിലായിരിക്കും. മിഡിൽ കഴിഞ്ഞാൽ ബാഗ് വെക്കാൻ പറ്റില്ല, മര്യാദക്ക് ഇരിക്കാൻ പോലും പറ്റുമാത്ത ഒരു അവസ്ഥയായിരിക്കും. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താ അറിയാം, ഇവിടെ എയർപോർട്ട് ഉണ്ടല്ലോ തൊട്ടടുത്ത് തന്നെ. അടുത്ത് തന്നെയാണ് ഡാബോളിന് എയർപോർട്ട് വരുന്നത്, അതിൻ്റെ വെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൻ്റെ പേര് ഗോവ എക്സ്പ്രസ്. സംസ്ഥാനങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനാണ് ഇത്. അതായത് സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് രാജ്യതലസ്ഥാനത്തേക്ക്. നമ്മുടെ ഗോവേൻ്റെ ക്യാപിറ്റൽ വരുന്നത് പനാജിയാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനോ റൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനടുത്ത റെയിൽവേ സ്റ്റേഷനായ വാസ്കോ എന്നാണ് രാജ്യതലസ്ഥാനത്തേക്ക് പോകുന്നത്. ഇവിടെ സ്റ്റേഷനിൽ തന്നെ 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് കണ്ട. ഇവിടെ വാസ്കോഡ ഗാമയിൽ കൂടുതൽ ഇവിടെയുള്ളത് പഴങ്ങൾ മാത്രമാണ്. ഇപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കടകളുണ്ട്. ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്. നമ്മുടെ കോച്ചിൻ്റെ അകത്തെ
കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കോച്ച് നല്ല വൃത്തിയുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ക്ലീനൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പർ ബെർത്തിൻ്റെ മുകളിൽ പൊടിയൊന്നുമില്ല കേട്ടോ. ചില ബെർത്തൊക്കെ ആണെങ്കിൽ നല്ല പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ ചാർജിങ് പോയിൻ്റ് ഇവിടെയുണ്ട്. ഇവിടെ ഒരു മിററുണ്ട്. സൈഡ് അപ്പറിൻ്റെ അവിടെ ഇല്ല, സൈഡ് ലോവറിൻ്റെ അവിടെയാണുള്ളത്. 3:16 വാസ്കോ ഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ചെറിയ ഡിലേ ഉള്ളൂ. രണ്ട് ലോവറ്, നമ്മുടെ രണ്ട് മിഡില്, ആ സൈഡ് ലോവറ്, സൈഡ് അപ്പർ, ഇതൊക്കെ ഇപ്പോൾ വേക്കൻ്റ് ആണ്. ചാർട്ട് നോക്കിയ സമയത്ത് മഡ്ഗാവാണ് കണ്ടത്. മഡ്ഗാവെന്ന് പൂനെയാണ് ഈ ഒരു ഭാഗമൊക്കെ കണ്ടത്. അപ്പോൾ പൂനെന്ന് തിരിച്ചു അങ്ങോട്ടും ബുക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ബലഗാവി കഴിഞ്ഞ ശേഷം മിറാജൊക്കെ വഴിയൊക്കെ കാണാനല്ലോ പോകുന്നത്. നല്ല തിരക്ക് ആ റൂട്ടിലാണ്. വളരെയധികം ഗോവയിൽ നിന്ന് റേറ് റൂട്ടാണ്. കാരണം ഡൽഹിയിലേക്ക്, കാരണം എല്ലാം കൊങ്കൺ വഴി നേരെ പനവല്ലി വഴി പോകുന്ന വണ്ടികളാണ്. എല്ലാം നമ്മുടെ നാട്ടിൽ നിന്നുള്ള വണ്ടിയാണ് നോക്കണം. ഇത് മാത്രം വേറെ റൂട്ട് വഴിയാണ് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ നിലവിലില്ല. ലോക്കോമോട്ടീവ് WDP 4D ആണ്. നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാം. അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നതാണ്ട, അതാണ് നമ്മുടെ മുംബൈ റൂട്ട്, രത്നഗിരിയൊക്കെ ഉള്ളത്. മെയിൻ ലൈനാണ്. മെജോഡ റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ഇപ്പം നമ്മൾ SWR മാറിയിട്ട് കൊങ്കൺ റെയിൽവേയിലോട്ട് കയറുകയാണ്. അതായത് ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആ ഒരു വാസ്കോ ഡ ഗാമ ഭാഗത്തുള്ളത്. ഇനി നമ്മുടെ മഡ്ഗാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും, അതായത് കാസൽ റോക്ക്, അതുപോലെ തന്നെ നമ്മുടെ ദൂദ്സാഗർ, അതൊക്കെ വരുന്നത് SWR ആണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. ചെറിയൊരു പോയിന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ കോച്ചിൻ്റെ പഴയ കോച്ചാണ് കേട്ടോ. ഒന്ന് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വിൻഡോ നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ ഉത്കൃഷ്ട കോച്ചിൻ്റെ അതേ മോഡല്. ആകെ ഒരു ചാർജിങ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന LHP ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ലൈഡ് ആണല്ലോ വിൻഡോയൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ 2 ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ദീർഘദൂര ട്രെയിനിലൊക്കെ ഈ ഒരു ചാർജിങ് പോയിൻറ്റും 6 പേരും ഉണ്ടായാലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സമയം 3:50. മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ഗോവ എക്സ്പ്രസ് കടന്നു വരികയാണ്. ഇതിൻ്റെ ഉള്ളിലെ കൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഓടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ജനറൽ ടിക്കറ്റുകാരൊക്കെ കയറുമോയെന്നൊക്കെ നമുക്ക് നോക്കാം. ജനറൽ ഫീച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്. ജനറൽ ആണോന്നല്ലേ? എന്തോ അവിടെ എല്ലാവരും കയറുവാണല്ലോ. പുറത്തും നല്ല തിരക്ക്, അകത്തും നല്ല തിരക്ക് അല്ലേ? നമ്മുടെ മഡ്ഗാവില് ഗോവയിൽ നിന്ന് ഡൽഹി ഹസ്രത് നിസാമുദ്ദീനിലേക്കും സ്ലീപ്പർ ക്ലാസ്സിലും ഈ വണ്ടിക്ക് പോകാൻ പറ്റുവാന്ന് എൻ്റെ ഇത് കാഴ്ച കണ്ടോ. നല്ല തിരക്കാണ്. 4 മണിയായി. മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്.
ലൈൻ പോയി കാർവാർ, ഉടുപ്പി, മംഗലാപുരം. ഈ സ്റ്റേഷൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാനിവിടെ താഴെ എഴുതി കാണിക്കാം. ഇതറിയുന്നവരൊന്ന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യും. കാരണം അറിയാതെ പറയുന്നത് ശരിയല്ലല്ലോ. ട്രെയിനിപ്പോൾ കൂലേം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഗാർഡ് സെക്ഷനാണ്. പുറകിൽ ലോക്കോമോട്ടീവൊക്കെ അറ്റാച്ച് ചെയ്യും. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, കൂലേം വാസ്കോഡ ഗാമ പാസഞ്ചർ. അതുപോലെ തന്നെ ഇനിയാണ് നല്ല മനോഹരമായിട്ടുള്ള ഗാർഡ് സെക്ഷൻ വഴി നമ്മൾ ട്രെയിൻ കടന്നു പോകുന്നത്. ബർഹാൻസ എന്നാണ് അതിൻ്റെ പേര്. ഇത് മൺസൂൺ എന്നല്ലല്ലോ, അതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കാരണം മൺസൂൺ സമയത്തായിരിക്കും ആ ദൂത്സാഗർ ഇവിടുന്ന് 13 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വണ്ടി വളരെ പതുക്കെ പോകും, ലിമിറ്റ് ആ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പം കാര്യമായ രീതിയിൽ വെള്ളമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഞങ്ങൾ ഇത്തവണ ഉണ്ടല്ലോ മൺസൂൺ സമയത്ത് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായതാണ്. ഞങ്ങൾ ആ സമയത്ത് ബുക്ക് ചെയ്ത സമയത്ത് ഈ റൂട്ടിൽ മണ്ണൊക്കെ ഇടുന്ന സമയമാണ്. ആ സമയത്ത് മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു, ക്യാൻസൽ ചെയ്തു. ഞങ്ങളെ യാത്ര മുടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കാത്തത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ കൂലേത്ത് വന്നത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 1 എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ ദൂസാഗർ ആ ഒരു കാഴ്ച ലോക്ക് ഭാഗത്തുനിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഷാലിമാർ, കൊൽക്കത്ത ഷാലിമാർന്ന് വാസ്കോഡ ഗാമയിലേക്ക് പോകുന്ന അമരാവതി എക്സ്പ്രസ്, അത് 3 മണിക്കൂറെങ്ങാണ്ട് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അത് വന്ന ശേഷം മാത്രമേ നമ്മളെ വണ്ടി പുറപ്പെടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് സിംഗിൾ ലൈനാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഗാർഡ് സെക്ഷൻ ആണെന്നല്ലേ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ പുറകിൽ 2 ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്യും. അതിനെ പറയുന്നത് ബാങ്കർ ലോക്കോമോട്ടീവ് എന്നാണ്. ഇനി നേരെ മുന്നിലാണ് ഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് ബ്രേക്കർ എന്നാണ്. ഇത് അമരാവതിയാണ്, ഷാലിമാർന്ന് വരുന്ന വണ്ടി. വാസ്കോഡ ഗാമയെന്നുണ്ടല്ലോ, ഞങ്ങൾ 2 മലയാളി ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും ഇന്ത്യൻ റെയിൽവേയിലത്തെ ലോക്കോ പൈലറ്റുമാരാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ചേട്ടൻ കണ്ണൂരാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് രാവിലത്തെ ഗോവ എക്സ്പ്രസ് ഇല്ലേ, മിറാജ് ഭാഗത്ത് നിന്ന് എവിടുന്നോ ഒരു സ്ഥലം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഗോവ വരെ ആ ചേട്ടനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ഒരുപാട് മലയാളികൾ ജോലി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ പാലക്കാടും ഒരാൾ കണ്ണൂരുമാണ്. പിന്നെ അവര് ഡ്യൂട്ടി ആ ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെയാണ് അവരെ കണ്ടുപിട്ടിയത്. നല്ല ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ. അതെ. ഇവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് നിന്നേ, എത്രയോ ആൾക്കാർ ഇവിടുന്ന് ട്രെയിനിൽ കയറുന്നുണ്ട്. ഇത് ഇവിടുത്തെ പണിക്കാരാന്ന് തോന്നുന്നു കേട്ടോ. തൊട്ട് മുന്നിൽ തന്നെ ഒരു കൈ കാണുന്നില്ലേ, അത് നമ്മുടെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പാസഞ്ചറിൻ്റെ കൈയാണ്. യാത്രയ്ക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ദൂത്സാഗർക്ക് ഉള്ളത് ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്കിലാണ്. ഇനിയിപ്പോൾ 3 കിലോമീറ്റർ കൂടി ഉണ്ട് ദൂത്സാഗറിലേക്ക്. നമ്മൾ മൺസൂൺ സമയത്ത് പോകുമ്പോൾ
ഈ വഴിയൊക്കെ പോകുമ്പോൾ നല്ല ശക്തിയുള്ള വെള്ളം പോകുന്ന ശബ്ദം കേൾക്കാം. ഇപ്പോൾ വെള്ളമൊന്നുമില്ല എന്ന് മനസ്സിലായി, കാരണം ശബ്ദം ഒട്ടുമില്ല. ഇത് അവിടെ ഒരു ട്രെയിനൊക്കെ മറിച്ചിട്ടുണ്ടതാ. ഇവിടെയാണ് ദൂദ്സാഗർ വാട്ടർഫാൾ ഉള്ളത്. ദൂദ്സാഗർ കഴിഞ്ഞ് വലിയ വെള്ളമൊന്നും ഉണ്ടായില്ല. ഈ ട്രാക്ക് വഴി ട്രെക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, പക്ഷെ എന്നാലും ആൾക്കാർ നടക്കുന്നുണ്ട്. മഴക്കാലത്ത് ഒരുപാട് മലയാളികൾ ഇവിടത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ട്രക്ക് ചെയ്തിട്ട് ഒരിക്കലും അനുകരിക്കരുത്, കാരണം പ്രൊഹിബിറ്റഡ് ആണ് ഇവിടെ. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ എടുപ്പല്ലേ ഈ ലോക്കോമോട്ടീവിന്, WDG4-ന് ഗുഡ്സാണ്. ഇവരുടെ റെയിൽവേൻ്റെ ആണ് കേട്ടോ. മലനിരകൾ. ഇപ്പോൾ കുറച്ചും കൂടെ പോയിട്ടുണ്ടെങ്കിൽ കാസൽ റോക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തും. സമയം 6 മണി. കാസൽ റോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഭാഗത്തുണ്ടോ ട്രെയിനുകൾ? കാസൽ റോക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ ബ്യൂട്ടി മൺസൂൺ ടൈമിൽ തന്നെയാണ്. നമ്മൾ പൂർണ്ണ എക്സ്പ്രസ്സിനൊക്കെ യാത്ര സമയത്ത് ആ വീട്ടിലുണ്ട് മുഴുവൻ കോട കയറി നിൽക്കുന്നൊരു സ്റ്റേഷനാണ്. ഇവിടെ 5 മിനിറ്റാണ് നമ്മുടെ ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളത്. പുറകിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാങ്ക് ലോക്കോമോട്ടീവൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യും. വാസ്കോ ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രെയിൻ നമ്പർ 12779, തിരിച്ചു വരുമ്പം 12780. അങ്ങനെ കാസൽ റോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് കർണാടകയാണ്. അടുത്തത് ലോണ്ട സ്റ്റേഷനാണ്. അവിടുന്ന് ഈ ട്രെയിന് ലോക്കോ റിവേഴ്സ് ഉണ്ട്. ചെറിയൊരു വളവിലാണ് സ്റ്റേഷനുള്ളത്.
ട്രെയിൻ അങ്ങനെ ലോണ്ട ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 6:49. ഇവിടെ നമ്മൾ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ലോക്കോ റിവേഴ്സ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഫുഡ് ട്രാക്ക് ഉണ്ട് കേട്ടോ. അതിന് പുറമെ തന്നെ ലോക്കൽ വെൻഡേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇഡ്ഡലിവടൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ വെജ് പുലാവൊക്കെ ഇവിടുന്ന് വെക്കുന്നുണ്ട്. വെജ് ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ തന്നെയാണ് ബെലഗാവി. ലോണ്ട ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 3 റൂട്ടുകളാണുള്ളത്. ഒന്നിപ്പോൾ നമ്മൾ വന്ന മഡ്ഗാവ് റൂട്ട്, മറ്റൊന്നുള്ളത് ഇനിയിപ്പോൾ പോകാനുള്ള ബെലഗാവി റൂട്ട്, പിന്നെ ഒന്നുള്ളത് നേരെ ഹുബ്ബള്ളിയിലേക്കാണ്. 3 റൂട്ടുകൾ വന്നു. അപ്പോൾ ഇത് ജംഗ്ഷനായി. ലോണ്ട സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. വാഷ് ബേസിന്റെ അവസ്ഥ വേണ്ട. ഏതോ ഒരുത്തൻ വിമലും ചവച്ച് അതിന്റെ കവർ ഇതിലോട്ട് ഇട്ടതാണ്ട. ഇതാണ് വാഷ് ബേസ് ഒക്കെ ബ്ലോക്ക് ആവാനുള്ള മെയിൻ റീസൺ. ഇതുപോലുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചീത്തയാക്കുന്നത്. ട്രെയിൻ അങ്ങനെ ഇതാ ബെലഗാവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കും റോഡും സമാന്തരമായിട്ട് തന്നെയാണ്. സ്റ്റേഷനെത്തി. ഗോവയിലെ വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 159 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബെലഗാവി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 7:30 ട്രെയിനാണ്. 8:10 40 മിനിറ്റോളം ഡിലേ ആണ്. നമുക്കിവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് അതുപോലെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നല്ല തിരക്കാണ് കേട്ടോ. ഇതില് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരും കയറുമോ എന്നൊരു സംശയമുണ്ട് കണ്ടിട്ട്. ഇതിൽ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ലോക്കോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. WDP 4D. ഈ ട്രെയിൻ ഇവിടെ 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ പറയുകയാണെങ്കിൽ അടുത്തതിന് മിറാജ്, പൂനെ, മന്മദ്, ഇറ്റാർസി, ഭോപ്പാല്, ആഗ്ര, ഹസ്രത്ത് നിസാമുദ്ദീൻ, അങ്ങനെയാണ് സ്റ്റോപ്പുകളൊക്കെ വരുന്നത്. അതിനിടയിൽ ഒരുപാട് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. അതൊരു ഏകദേശം റൂട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയിൽ നിന്ന് പൂനെ വരെ ഡീസൽ ലോക്കോമോട്ടീവും പൂനെയിൽ നിന്ന് ഇലക്ട്രിക് ലോക്കോമോട്ടീവിലേക്കും ഈ ട്രെയിൻ മാറും കേട്ടോ. അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് ഇതിന് ലോക്കോ റിവേഴ്സിൽ കൂടിയുണ്ട്. വാസ്കോ ഹസ്രത്ത് നിസാമുദ്ദീൻ ഗോവ എക്സ്പ്രസ്. ഇത് മറ്റന്നാൾ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ നിസാമുദ്ദീനിലെത്തും. ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പൂനെ ഹുബ്ബള്ളി വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റി ഒന്നും ഇല്ല കേട്ടോ. അതുണ്ടെങ്കിൽ അടിപൊളി ആയേനെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഒരു റൂം ബുക്ക് ചെയ്യണം. നേരെ അവിടത്തോട്ട് പോകണം. നല്ല വൃത്തിയാണ്, കണ്ടില്ല? ഇതാ കോട്ടയ്ക്ക് ഇതാ ഇവിടെയൊക്കെയാണ് വരുന്നത്. ഐ ലവ് ബെലഗാവി. സ്റ്റേഷൻ്റെ പുറത്തേക്കൊക്കെ നമുക്കിനി ഇറങ്ങി പോവാം. പിന്നെ ഇവിടെ റിട്ടയറിംഗ് റൂമിൻ്റെ കാര്യം ഞങ്ങൾ ആദ്യം പോയി നോക്കി കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ ഓപ്പൺ ആക്കാത്തതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ ഇതാ നല്ല രീതിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അടുത്ത നമുക്കിപ്പം പുറത്തുതന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നേരെ റൂമിന് വേണ്ടിയിട്ട് അന്വേഷിക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ? അതെ. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഒരു എയർപോർട്ടിൽ ലുക്ക് ഉണ്ട്. ശരിക്കും ബമ്പർ റെയിൽവേ സ്റ്റേഷനാണ്. നല്ലൊരു ടെർമിനലിൻ്റെ അതേ ഒരു പ്രതീതി തന്നെ വരുന്നുണ്ട്. ഈ റോഡ് വഴി ഞങ്ങൾ നടക്കുവാണ്. ഞങ്ങൾ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യുന്നില്ല. ആദ്യം പോയിട്ട് ബാർഗെയിൻ ചെയ്ത് നോക്കട്ടെ. നല്ല റേറ്റ് ആണെങ്കിൽ മാത്രം ഓൺലൈൻ വഴി നോക്കാം. കർണാടക RTC ഒക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് 1.5 കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു റൂം ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെസ്റ്റേൺ ടവർ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നേരെ അകത്തോട്ട് കയറാം. കാരണം ഒരുപാട് ലേറ്റായി. പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാം.
ഞങ്ങളെടുത്ത റൂം ഇതാണ്. 2 ബെഡിൻ്റെ ഇത് ഇവിടെയും ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ എക്സ്ട്രാ ബെഡും കൂടി ഉണ്ട്. പിന്നെ ഇത് AC റൂമാണ്. ഞങ്ങൾക്ക് ഓൾറെഡി AC റൂമൊന്നും വേണ്ടിയിരുന്നില്ല, കാരണം ഓൺലൈനിൽ നോക്കുമ്പോൾ അവസാനം പൈസ കുറഞ്ഞിട്ടുള്ളൊരു റൂം കണ്ടത് ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തെടുക്കാൻ നോക്കി. ആ സമയത്ത് AC ഇല്ലാത്ത റൂമിന് വരെ 1500 രൂപ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാ ഈ റൂം. കുഴപ്പമില്ലാത്ത നല്ല റൂമൊക്കെ തന്നെയാണ്. ബെലഗാവിൽ ഗോവ എക്സ്പ്രസ് ഇറങ്ങിയ സമയം മുതലേ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ റിട്ടയറും നമ്മൾ ഓൺലൈൻ വഴി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നോക്കിയ സമയത്ത് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഓഫ്ലൈൻ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ റിട്ടയർ റൂമിന്റെ ഒരു ബിൽഡിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. റിട്ടയർ റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പോയി നോക്കി റൂമൊന്നുമില്ല, എല്ലാം ലോക്കാണോ, ആരും അവിടെ കിടക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ സഖ്യക്ക് പോയി ചോദിച്ചു. അതുപോലെ തന്നെ എന്താ പറയാ, ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, റിട്ടയർ റൂം ഇല്ല, അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അതായത് ആർക്കും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഇപ്പൊ ഇനി ഭാവിയിൽ വരുമായിരിക്കും, കാരണം അതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് സാധാരണ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒന്നും തന്നെ ബെലഗാവിന് പുറത്ത് കാണുന്നില്ല. അതെ, പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ച് ഏകദേശം ഒരു തിരക്കൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ നോക്കി അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ ശേഷം ഇവിടുത്തെ 2-3 ലോഡ്ജുകളിൽ, അതേപോലെ ഹോട്ടൽസിലൊന്നും പോയില്ല, ലോഡ്ജുകളിൽ പോയി ചോദിച്ചു. ആദ്യം തന്നെ പോകുമ്പോൾ 1500. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ബാർഗിൻ ചെയ്തിരുന്നെങ്കിൽ കുറക്കാൻ വരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ. അതല്ല, അതിനിടക്ക് കയറിയിട്ട് ഒരുത്തം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 1500 രൂപ നോൺ AC റൂമിന്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു നാളെ രാവിലത്തേക്ക് ഒരുപാട് സമയം രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാലും 1500 എവിടെ വർത്താവും. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഈ ബാർഗെയിൻ ചെയ്ത് നടക്കൂല, നമുക്ക് നേരെ ഓൺലൈൻ വഴി നോക്കിയേക്കാന്ന് പറഞ്ഞ് നോക്കിയ സമയത്ത് മനുവിന് 1000 രൂപയ്ക്ക് ഒരു, അതാണ് ഈ പറഞ്ഞ ബെലഗാവി ഈ ഭാഗത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും ചീപ്പ് നാളെ സ്റ്റാർട്ട് ചെയ്തത് കിട്ടി. പിന്നെ അതൊന്നും വൈകാൻ നിന്നില്ല, അങ്ങ് എടുത്തു. കാരണം ഇനിയിപ്പോ രാത്രി ആയിരുന്നു ഇതും കൂടെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ട അവസ്ഥയായി പോകും. അതുകൊണ്ടാണ് ഇത് എടുത്തത്. കുഴപ്പമില്ല. അല്ല, 1500 നോൺ AC റൂം എടുക്കുന്നതിനെ കാട്ടിയും 1000 രൂപയ്ക്ക് AC റൂം എടുത്തല്ലേ ലാഭം. അതെ അതെ അതെ. അങ്ങനെ ഗോവയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഗോവ എക്സ്പ്രസിന്റെ കാഴ്ചകളും, പിന്നെ ഇതിൽ ഡൽഹിയിലേക്ക് നിങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിൽ പോകാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുക. കാരണം ഈ ബെലഗാവി വരെയാണ് നല്ല തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിട്ട്. പക്ഷെ ബെലഗാവിൽ ഇറങ്ങുമ്പോൾ വീണ്ടും തിരക്ക് വന്നു, അത് വേറെ കാര്യം. ഇനിയിപ്പോ നാളെ ഈ ട്രെയിൻ പോകുന്ന മഹാരാഷ്ട്ര മന്മത് ഈ പറഞ്ഞ ബുസവാല വഴി കണക്കാണ്, നമ്മുടെ മംഗള എക്സ്പ്രസ് പോകുന്ന വഴിയാണല്ലോ. മാക്സിമം പോകുന്നുണ്ടെങ്കിൽ AC പോവാം. പിന്നെ നമ്മുടെ മലയാളികൾ ഈ റൂട്ടൊന്നും അധികം ഈ ട്രെയിനിൽ അധികം എന്ന് പറയാ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികളുണ്ടല്ലോ. അതെ, അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.